കുട്ടികളുടെ ലിറ്ററേച്ചർ ഫെസ്റ്റായിട്ട് നടത്തുന്നതാണ്. കലയെ സ്നേഹിച്ച ഒരാളെ കലയെ കൂടി അനുസ്മരിക്കുക എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇത് കുട്ടികളുടെ അല്ലെങ്കിൽ എന്താ പറയുക ചെറിയ പ്രായക്കാരുടെ മാത്രം ഫെസ്റ്റാണ്. അതിന് വലിയൊരു പ്രാധാന്യം തന്നെയുണ്ട്. കാരണം നമുക്കറിയാം നമ്മളിപ്പോൾ പല പ്രായക്കാരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, കൗമാരക്കാരുണ്ട്. ബേസിക്കലി നമ്മളെല്ലാവരും ചെറുപ്പമാണ്, പുതിയ തലമുറയുടെ പ്രതിനിധികളാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഭാഗം നമ്മുടെ കൈകളിലാണെന്ന് നന്നായിട്ട് അറിയുന്നവരാണ് നമ്മൾ. പിന്നെ ഈ ഫെസ്റ്റ് ഇതിൻ്റെ ഉദ്ഘാടനം ശരിക്കും നമ്മൾ എർത്ത് സോങ്ങോട് കൂടിയാണ് ചെയ്യുന്നത്. മൈക്കിൾ ജാക്സന്റെ എർത്ത് സോങ്. മൈക്കിൾ ജാക്സനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും പ്രതിഭയുള്ള കലാകാരിൽ ഒരാളായിരുന്നു മൈക്കലിൻ്റെ. പേഴ്സണലി എനിക്ക് മൈക്കലിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന പാട്ടാണ്, വളരെ പ്രത്യേകതയുള്ള ഒരു പാട്ടാണ് എർത്ത് സോങ്. അതോടുകൂടിയാണ് നമ്മൾ തുടങ്ങിയത് ഈ ഒരു കാര്യം. അതായത് നമുക്ക് നമ്മുടെ ഫസ്റ്റ് എർത്ത് സോങ്ങോട് കൂടി തുടങ്ങാമെന്ന് ഞാൻ അന്ന് നാരായണ മാഷിൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് മാഷ് പറഞ്ഞൊരു കാര്യം, ഈ പ്രാർത്ഥനയ്ക്ക് പകരം അത് വെക്കാമെന്നായിരുന്നു. അപ്പം ഞാൻ അതിനെപ്പറ്റി പിന്നീട് ഇങ്ങനെ ആലോചിച്ചു. പ്രാർത്ഥനയ്ക്ക് പകരമാണ് നമ്മൾ എർത്ത് സോങ് ശരിക്കും ഇവിടെ പ്ലേ ചെയ്തത്. എർത്ത് സോങ് നമുക്കറിയാം, അതൊരിക്കലും നമ്മൾ സാധാരണ കേൾക്കുന്ന പ്രാർത്ഥനകളുടെ ടോണിലുള്ളൊരു പാട്ടല്ല. അതിൻ്റെ ഭൂരിഭാഗം സമയവും മൈക്കിൾ സ്ക്രീം ചെയ്യുകയാണ് ചെയ്യുന്നത്, അതൊരു അലറലാണ്. അപ്പം എനിക്ക് പറയാനുള്ളത് ശരിക്കും ഇത് പ്രാർത്ഥിക്കാനുള്ള സമയമല്ല, അലറാനുള്ള സമയം തന്നെയാണ്. എർത്ത് സോങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൻ്റെ ലിറിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായ, ആർക്കും വായിച്ച് മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ വാക്കുകൾ ഉപയോഗിച്ചാണ് മൈക്കൽ അത് എഴുതിയിട്ടുള്ളത്. പക്ഷെ അതിൽ ഓരോ വരിക്കും ഒരുപാട് അർത്ഥമുണ്ട്. പിന്നെ മൈക്കലിൻ്റെ ഒരു ആലാപനം, ഓരോ വാക്കിനും ഭാവം കൊടുക്കുന്ന ഒരു, അതായത് അതിൽ വാട്ട് അബൌട്ട് ഫ്ലവറിംഗ് ഫീൽഡ്സ് എന്നൊരു വരി ഉണ്ടല്ലോ, ആ ഫ്ലവറിംഗ് ഫീൽഡ്സ്, ഫ്ലവറിംഗ് അത് മൈക്കൽ പ്രൊണൗൺസ് ചെയ്യുന്ന കേൾക്കുമ്പോൾ ഭാഷ അറിയാത്ത ഒരാൾക്ക് പോലും ഫ്ലവറിംഗ് ആ ഒരു പൂവിരിയുന്ന ഫീല് കിട്ടുന്നുണ്ട്. അങ്ങനെ അതിൽ ഓരോ വാക്കിനും ഭാവം കൊടുത്ത് അതിൻ്റെ അവസാനത്തെ സ്ക്രീമുകളിലായാലും ഈ സ്ക്രീം ചെയ്യുന്ന വളരെ ഇൻറ്റൻസ് ആയിട്ടാണ് സ്ക്രീം ചെയ്യുന്നത്. പരമാവധി സൗണ്ട് എടുത്ത് അങ്ങനെയുള്ളൊരു സ്ക്രീമാണിത്. പക്ഷെ അപ്പോഴും ആ സ്ക്രീം ചെയ്യുന്ന ഓരോ വാക്കിനും ഭാവം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓൾറെഡി മീനിങ്ഫുൾ ആയ വരികളെ കൂടുതൽ അതിനർത്ഥം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ആലാപനമാണ് മൈക്കൽ അതിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മ്യൂസിക് ആയാലും അതിൻ്റെ ബീറ്റ്സ് ആയാലും പിന്നെ അതിൻ്റെ വീഡിയോ, അതിൻ്റെ വിഷ്വൽസ് നോക്കി തന്നെ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് ഒരു പാട്ട് എന്ന നിലയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സവിശേഷതകളുള്ള ഒരു പീസാണ് എർത്ത് സോങ്. പക്ഷെ അതിനൊക്കെ ഉപരി നമ്മളിവിടെ അത് തിരഞ്ഞെടുക്കാൻ കാരണം അതിൻ്റെ കണ്ടന്റാണ്. ആ ഒരു പാട്ടിലൂടെ മൈക്കൽ എന്താണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ പേര് പോലെ തന്നെ അത് എർത്ത് സോങ് ആണ്, ഭൂമിയുടെ പാട്ടാണ്, മുഴുവൻ ലോകത്തിൻ്റെയും പാട്ടാണ്. അതുകൊണ്ട് തന്നെ അത് ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പാട്ടാണ്. മൈക്കൽ അവിടെ നിന്ന് ഇങ്ങനെ പാടുന്നത് മൈക്കലിന് വേണ്ടിയിട്ടല്ല, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. അതിൽ ഇപ്പം ഭൂമിയെ കുറിച്ച് പറയുമ്പോൾ ഭൂമി എത്ര പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരം പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാന്നുള്ളതാണ് മൈക്കൽ ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്? യുദ്ധം ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് അതിൽ വരുന്നുണ്ട്. അതുപോലെ സമൂഹത്തിലെ പലതരം വിവേചനങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള അന്തരം, വംശഹത്യകളെ കുറിച്ച് അതിന് സൂചനയുണ്ട്. വംശീയത ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. പിന്നെ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, മണ്ണ് നഷ്ടപ്പെടുന്ന ജനതകളുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ്. പിന്നെ പ്രകൃതിയിലെ പ്രശ്നങ്ങളുണ്ട്. നമ്മളെപ്പോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ ലോകത്തുള്ള ഒരുപാട് പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് അതിനോടൊക്കെയുള്ള ഒരു പ്രതികരണം അറിയിക്കുക എന്നുള്ളതാണ് ഈ സോങ്ങിൻ്റെ ബേസിക്കലി അതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ഫെസ്റ്റ് തുടങ്ങാൻ വേണ്ടി ആ സോങ് സെലക്ട് ചെയ്തത്. അത് ഒരു കലാസൃഷ്ടി എന്ന നിലയിലുള്ള അതിൻ്റെ പ്രാധാന്യം അതാണ്. ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സോങ്ങിനെ മുൻനിർത്തിക്കൊണ്ട് കലയെ പറ്റിയുള്ള എൻ്റെ ചില ചിന്തകൾ നിങ്ങളോട് ഷെയർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. കാരണം ഇവിടെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കലയാണ്. നമ്മളെല്ലാവരും ഈ ഫെസ്റ്റിൽ ഉദ്ദേശിക്കുന്നത് ലിറ്ററേച്ചർ ഫെസ്റ്റ് എന്നാണ് അതിൻ്റെ പേരെങ്കിലും സാഹിത്യത്തോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. സിനിമയുണ്ട്, ചിത്രവരയുണ്ട്, അങ്ങനെ കലയാണ് നമ്മുടെ വിഷയം. കലയെ മുൻനിർത്തിക്കൊണ്ട് സമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക്
അതിലൊക്കെ എന്താണ് പറയാനുള്ളത്, അങ്ങനെ ആശയങ്ങൾ ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക, അതൊക്കെയാണ് ഫെസ്റ്റിൽ പ്രധാനമായിട്ട് നടക്കാൻ പോകുന്നത്. എനിക്ക് നിങ്ങളോട് കലയെക്കുറിച്ച് പറയാനുള്ളത്, കല ഒരുപാട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും, ചിലർക്ക് പറയാറുണ്ട് കാലം മുന്നോട്ട് പോകുന്നതോറും വായനയുടെ അല്ലെങ്കിൽ കലയുടെ പ്രാധാന്യം കുറഞ്ഞു വരികയാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ പ്രസക്തി കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. കാരണം കലയ്ക്ക് നമ്മൾ ഒരുപാട് സ്വാധീനിക്കാൻ പറ്റും. കല എനിക്ക് ഒരു ചരിത്രത്തിൽ ഞാനൊരു ഉദാഹരണം പറയാം. പാരീസ് കമ്മ്യൂണിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. വിപ്ലവങ്ങളുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ വിമോചന പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററായിരുന്നു പാരീസ് കമ്മ്യൂൺ. ഈ കമ്മ്യൂണിൽ പുരുഷനായി വേഷം മാറി ആൾമാറാട്ടം നടത്തി അതിൽ പങ്കെടുക്കാൻ പോയ ഒരു സ്ത്രീയായിരുന്നു ലൂസി മിഷൽ. അങ്ങനെ പുരുഷനായി ആൾമാറാട്ടം നടത്തുന്ന സമയത്ത്, വിപ്ലവത്തിന് പോകുന്ന സമയത്ത് ലൂസി മിഷൽ സ്വീകരിച്ച പേര്, ഒരു പുരുഷന്റെ പേര് സ്വീകരിക്കണമല്ലോ, അവർ സ്വീകരിച്ച പേര് ആൻഷോലിന എന്നായിരുന്നു. ഈ പേര് എവിടുന്നാണ് വരുന്നത്? പാവങ്ങൾ, വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ. ഈ നോവലില് അതിലൊരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ആൻഷോലിന. ഈ നോവലിൽ ഒരു വിപ്ലവമുണ്ട്. ഒരു വിപ്ലവ പോരാട്ടത്തോടനുബന്ധിച്ചാണ് അതിന്റെ അവസാന ഭാഗങ്ങളിൽ ഹ്യൂഗോ എഴുതിയിരിക്കുന്നത്. ആ വിപ്ലവത്തിന്റെ നേതാവായ കഥാപാത്രമാണ്, ചെറുപ്പക്കാരനാണ് ആൻഷോലിന. ആൻഷോലിനയുടെ നമ്മൾ വിഭാവനം ചെയ്യുന്ന ഭാവി എന്താണ്, സമത്വസുന്ദരമായ ഒരു ലോകത്തിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടതിന്റെ അനിവാര്യത എന്താണ് എന്നൊക്കെ പറയുന്ന ആൻഷോലിനയുടെ പ്രഭാഷണങ്ങളൊക്കെ ആ പുസ്തകത്തിൽ വളരെ നമ്മൾ ത്രസിച്ച് വായിക്കുന്ന ഭാഗങ്ങളാണ്. ഈ ആൻഷോലിനയുടെ പേരാണ് യഥാർത്ഥത്തിൽ വിപ്ലവത്തിൽ പോകുന്ന ലൂസി മിഷൽ സ്വീകരിച്ചത്. ഇതിലെനിക്ക് പറയാനുള്ളത്, അത് കേവലം ഒരു പേരിന്റെ കാര്യം മാത്രമല്ല, ഒരു ഫിക്ഷണലായ വിപ്ലവകാരി, അതായത് സാഹിത്യത്തിലെ അല്ലെങ്കിൽ കലയിലെ ഒരു വിപ്ലവകാരി, ഒരു യഥാർത്ഥ വിപ്ലവകാരിയെ എങ്ങനെ സ്വാധീനിക്കുന്നു, എങ്ങനെ പ്രചോദിപ്പിക്കുന്നു എന്നൊക്കെയുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ സംഭവം. ഇത് ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് ഇത്തരം ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. ചിലപ്പോൾ നമ്മുടെയൊക്കെ അനുഭവത്തിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് കാണാൻ പറ്റും. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ പോലും, നിർണായകമായ സമയങ്ങളിൽ പോലും കല നമ്മളെ സ്വാധീനിക്കുന്നു, നമ്മുടെ കൂടെ വരുന്നു, നമുക്ക് വഴികാട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ കലയെക്കുറിച്ച് പറയുന്നെങ്കിൽ നിങ്ങളോട് ഏറ്റവും ആദ്യം പറയാനുള്ളത് ഉത്തരവാദിത്വത്തെ കുറിച്ചാണ്. അതായത് കല നിസ്സാരമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ കല കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അതായത് ഒരു ആർട്ടിസ്റ്റിന് ആ ആർട്ടിസ്റ്റ് ജീവിക്കുന്ന ലോകത്തോട്, ആ ആർട്ടിസ്റ്റിന് ചുറ്റുമുള്ള സമൂഹത്തോട് വലിയൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അത് വലിയൊരു ഉത്തരവാദിത്വമാണ്. നമ്മൾ ഒരിക്കലും അതിന് നിസ്സാരമായിട്ട് കാണാനോ അതിനെ ഒളിച്ചോടാനോ നമുക്ക് പറ്റില്ല. കാരണം കലയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? ഒരു ബെറ്റർ വേൾഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മൈക്കലിന്റെ തന്നെ വേറൊരു പാട്ടുണ്ട്, ഹീൽ ദ വേൾഡ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതിൽ മൈക്കൽ പറയുന്നുണ്ട്, ഹീൽ ദ വേൾഡ്, മേക്ക് ഇറ്റ് എ ബെറ്റർ പ്ലേസ് ഫോർ യു ആൻഡ് ഫോർ മീ ആൻഡ് ദ എൻറ്റയർ ഹ്യൂമൻ റേസ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ നല്ല കലാസൃഷ്ടികളുടെയും ലക്ഷ്യം അത് തന്നെയാണ്, മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടി ഈ ലോകത്തിനെ ഒരു ബെറ്റർ വേൾഡ് ആക്കുക. അതുകൊണ്ട് തന്നെ കലയെ ഉപയോഗിക്കുമ്പോൾ, കലയെ സമീപിക്കുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഈ ഉത്തരവാദിത്വം പാലിക്കാൻ നമ്മൾ എത്രമാത്രം ശ്രമിക്കുന്നോ അത്രമാത്രം നമ്മുടെ കല എന്താ പറയാ മികച്ചതായിക്കൊണ്ടുവരും. അതുകൊണ്ട് അതായത് നമ്മളൊരു ആർട്ടിസ്റ്റ് ആവുമ്പോൾ, എന്തെങ്കിലും കാര്യം എഴുതുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തോട് എന്തെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് പറയാനുള്ളതല്ല. ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യം നമുക്ക് ആർട്ടിസ്റ്റിക്കലി നന്നായിട്ട് പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ അതിലപ്പുറം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ എന്താണ് പറയുന്നത്, ആ പറയുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്, ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലോകത്ത് ഇങ്ങനെ പ്രശ്നങ്ങളും ദുരിതങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ കാലം മോശമാവുന്നതോറും നമ്മുടെ ഉത്തരവാദിത്വം കൂടി വരികയാണ്. നമ്മുടെ ഈ ലോകത്തിന് ഒരു ബെറ്റർ വേൾഡ് ആക്കുക എന്നുള്ളതാണ് ബേസിക്കലി ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആ ഒരു ഉത്തരവാദിത്വം, ആ കമ്മിറ്റ്മെന്റ് പരമാവധി പാലിക്കാൻ നമ്മൾ ശ്രമിക്കുക. എർത്ത് സോങ് ഒരു നല്ല എക്സാമ്പിൾ ആണ്. അവിടെ മൈക്കൽ എന്തുകൊണ്ടാണ് അത്രയും സ്ക്രീം ചെയ്യുന്നത്? മുഴുവൻ ലോകത്തിന് വേണ്ടിയാണ് മൈക്കൽ സ്ക്രീം ചെയ്യുന്നത്. അപ്പം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി അത് പൂർണ്ണമായി എടുത്ത് കലയിൽ വെക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് മൈക്കലിന്റെ ഭാഗത്തുനിന്നുള്ളത് ഈ സോങ്ങിൽ. ആ ഉത്തരവാദിത്വം അത് നിറവേറ്റാൻ അത്രമേൽ ശ്രമിക്കുന്നത് കൊണ്ടാണ് ലോകത്തുള്ള ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് മൈക്കലിന് പറയാൻ പറ്റുന്നത്. ഇതുപോലെ അപ്പൊ ഇതൊരു നല്ല എക്സാമ്പിൾ ആണ്. അതുപോലെയാണ് നമ്മളും ഒരു കലയെ സമീപിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. നമ്മുടെ ഉത്തരവാദിത്വം അതൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്വം മാത്രമല്ല,
ബേസിക്കലി അതൊരു മനുഷ്യനുള്ള നിലയിലുള്ള ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം കലയും മനുഷ്യത്വം ഒക്കെ ബേസിക്കലി ഒന്ന് തന്നെയാണ്. അതായത് കൂടുതൽ ആർട്ടിസ്റ്റ് ആവുക എന്ന് പറയുന്നതും കൂടുതൽ മനുഷ്യനാവുക എന്ന് പറയുന്നതും സെയിമാണ് ഒരെണ്ണത്തിൽ. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താണ്, ആൻഡ്രൂ ചെക്കോവിന്റെ ഒരു വാചകമുണ്ട്, ആകാശത്ത് ചന്ദ്രൻ പ്രകാശിക്കുന്നതായി എന്നോട് പറയണ്ട, പകരം ഭൂമിയിൽ തകർന്നു കിടക്കുന്ന ചില്ല കഷ്ണത്തിൽ നിലാവ് വീണ് തിളങ്ങുന്നത് എനിക്ക് കാണിച്ചു തരിക. ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും, ഒരുപാട് അർത്ഥമുള്ള വാചകമാണ്. എനിക്കിവിടെ പറയാനുള്ളത്, ഏതോ ആകാശത്ത് പ്രകാശിക്കുന്ന ചന്ദ്രനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ ആർട്ടിസ്റ്റ് പ്രാധാന്യം കൊടുക്കുന്നത് ഭൂമിയിൽ തകർന്നു കിടക്കുന്ന ചില്ല് കഷ്ണത്തിൽ വീഴുന്ന നിലാവിനെ നോക്കുന്നതിനാണ്. അതായത് കല ബേസിക്കലി അത് മനുഷ്യനോട് അടുത്ത് നിൽക്കുന്നു, ഭൂമിയോട് അടുത്ത് നിൽക്കുന്നു, ജീവിതത്തോട് അടുത്ത് നിൽക്കുന്നു. കല നമുക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ ജീവിതം ബെറ്റർ ആക്കുക, നമ്മുടെ സഹജീവികൾക്ക് ഈ ഭൂമി കൂടുതൽ ജീവിക്കാൻ കൊള്ളാവുന്നതാക്കുക എന്നതാണ് കല ലക്ഷ്യമിടുന്നത്. അന്യന്റെ മുഖത്ത് അടി വീഴുമ്പോൾ സ്വന്തം കവിതകൾ നോക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യന് ഹൗസ്യമാർത്തി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരാള് മർദ്ദിക്കപ്പെടുമ്പോൾ അയാൾ ഞാൻ തന്നെയാണ്, അയാളുടെ വേദന എന്റെ കൂടി വേദനയാണെന്ന് നമുക്ക് എപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നു, അവിടെയാണ് നമ്മൾ ഒരു യഥാർത്ഥ ആർട്ടിസ്റ്റ് ആവുന്നത്. കാരണം അവിടെയാണ് നമ്മൾ ഒരു യഥാർത്ഥ മനുഷ്യനാവുന്നത്. സോങ്ങില് ആവർത്തിക്കപ്പെടുന്ന ഒരു വാചകമുണ്ട്, വാട്ട് അബൌട്ട് അസ്, ഞങ്ങളുടെ കാര്യമോ. അത് ആ പാട്ടിലേക്ക് മനസ്സിലാവും. അതിലൂടെ നീളം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് അബൌട്ട് അസ്, ഞങ്ങളുടെ കാര്യമോ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വരിയാണ്. കാരണം അതാരാണ് ഈ വാട്ട് അബൌട്ട് അസ് എന്ന് ചോദിക്കുന്നത്? ഈ ലോകത്ത് അടിച്ചമർത്തപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന മുഴുവൻ വിഭാഗങ്ങളുടെയും അല്ലെങ്കിൽ മുഴുവൻ ആളുകളുടെയും ചോദ്യമാണ് വാട്ട് അബൌട്ട് അസ്. അപ്പം അങ്ങനെ അടിച്ചമർത്തപ്പെടുന്ന ആൾക്കാരുടെ ജീവജാലങ്ങളുടെ ശബ്ദമായി മാറാൻ മൈക്കലിന് കഴിയും. അതാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ മൈക്കലിന്റെ വിജയം, അല്ലെങ്കിൽ ഈ സോങ്ങിന്റെ വിജയം. നമ്മൾ കലയെ സമീപിക്കുമ്പോൾ അതിനു വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. എല്ലാവരുടെയും ശബ്ദമായി മാറാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ശബ്ദമില്ലാതായി പോയവരുടെ ശബ്ദമായി മാറാൻ ശ്രമിക്കുക. അവരുടെ ശബ്ദം നമ്മുടെ കലാസൃഷ്ടിയുടെ ലോകം കേൾക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഈ ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ്, അത് നമ്മൾ എത്രമാത്രം പാലിക്കാൻ ശ്രമിക്കുന്നോ അത്രമാത്രം ഈ ഒരു കാര്യം, എല്ലാവരുടെയും ശബ്ദമായി മാറാൻ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം നമുക്ക് നിറവേറ്റാൻ പറ്റും. മൈക്കലും ഈ സോങ്ങിൽ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മൈക്കലിന്റെ വേറൊരു പാട്ടുണ്ടല്ലോ, വി ആർ ദ വേൾഡ്, നമുക്ക് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കാൻ ഉണ്ടായിരുന്നു. വി ആർ ദ വേൾഡും ഇതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു പാട്ടാണ്. മൈക്കൽ ജാക്സണും ജൂനിയറും ചേർന്ന് എഴുതിയ പാട്ടാണ് വി ആർ ദ വേൾഡ്. ആ പാട്ട് എങ്ങനെ എഴുതി, ആ പാട്ട് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന്റെ പിന്നിലൊരു കഥയുണ്ട്. ഈ കഥ മൈക്കൽ അദ്ദേഹത്തിന്റെ ആത്മകഥയായിട്ടുള്ള നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതായത് മൈക്കലിന് ഒരുപാട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അനിയത്തി ഉണ്ടായിരുന്നു, ജാനറ്റ് ജാക്സൺ. ഈ മൈക്കലിന്റെയും ജാനറ്റിന്റെയും ഹോബി എന്ന് പറയുന്നത് അവർ ഇരുട്ടത്ത് പോയി ഇങ്ങനെ ഒളിപ്പിച്ചു. അതിന് ഇരിക്കുന്ന സമയത്ത് ഈ മൈക്കൽ എന്ന് പറയുന്നത് എന്താണ്, അടിമുടി സംഗീതജ്ഞനായ മനുഷ്യനായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ ഇരുട്ടത്ത് ഇരിക്കുമ്പോൾ മൈക്കലിന്റെ മനസ്സിൽ കുറെ ട്യൂൺസ് വരും, കുറെ ഈണങ്ങൾ വരും. അതിങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ്. അത് മൈക്കൽ ഇങ്ങനെ മൂടും, പാടും. അത് അവരുടെ ഒരു ശീലമായിരുന്നു, മൈക്കലിന്റെയും ജാനറ്റിന്റെയും. അങ്ങനെ ഒരു ദിവസം അവർ ഇട്ടത്ത് ഇരുന്ന് ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്. അപ്പൊ മൈക്കൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ട്യൂൺ ഇങ്ങനെ മൂടാണ്, പാടി നോക്കുകയാണ്. അന്നേരം മനസ്സിൽ വന്നതാണ്, ഭയങ്കര ഇമോഷണൽ ആയ ഒരു ട്യൂണാണ്. ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഇത് പാടി കഴിഞ്ഞിട്ട് മൈക്കൽ ജാനറ്റിനോട് ചോദിച്ചു, ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? അപ്പോ ജാനറ്റിന് കൊടുത്ത ഉത്തരം എന്ന് പറയുന്നത്, ഇത് കേട്ടപ്പോൾ എനിക്ക് ആഫ്രിക്കയിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ പറ്റി ഓർമ്മ വന്നു. അവിടെ നിന്നാണ് ആഫ്രിക്കയിൽ മരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു പാട്ട് എഴുതണം എന്ന് മൈക്കലിന് തോന്നുന്നത്. ആ പാട്ടാണ് നമ്മൾ ഇന്ന് പാടിക്കൊണ്ട് നടക്കുന്ന വി ആർ ദ വേൾഡ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു ഈണം കേൾക്കുമ്പോൾ ഇത് ആഫ്രിക്കയിൽ മരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് ജാനറ്റിന് തോന്നിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് എഴുതണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് മൈക്കലിന് തോന്നിയതുകൊണ്ടാണ് വി ആർ ദ വേൾഡ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. യഥാർത്ഥ കല ജനിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ്. അത് ഈ ഭൂമിയിൽ വേദനിക്കുന്ന ഓരോ മനുഷ്യനും നമ്മൾ തന്നെയാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് കല ഉണ്ടാകുന്നത്. കാരണം അവിടെയാണ് മനുഷ്യത്വം ഉണ്ടാകുന്നത്. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. വേറൊരു പാട്ടാണ് ഐ ക്യാൻ ബ്രീത്ത്. ഹെറിന്റെ ഒരു സോങ്ങാണ് ഐ ക്യാൻ ബ്രീത്ത് എന്ന് പറയുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
അത് ഐക്യാൻഡ്രി എന്ന് പറയുന്നത് നമുക്ക് ജോർജ് ഫ്ലോയിഡിന് ഓർമ്മ വരും. ഫ്ലോയിഡ് കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ച് നടന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ട് പുറത്തു വന്നൊരു പാട്ടാണ് ഐക്യാൻഡ്രി. അത് വളരെ ശക്തമായ രാഷ്ട്രീയം പറയുന്ന ഒരു പാട്ടാണ്. അതിന്റെ റേസിസത്തിനെതിരെ മാത്രമല്ല, അമേരിക്കയുടെ നയങ്ങളെയും ഭരണകൂട ഭീകരതയും ഒക്കെ വളരെ എന്താ പറയാ പവർഫുൾ ആയിട്ട് വിമർശിക്കുന്ന ഒരു പാട്ടാണ്. ആ പാട്ടിന്റെ ഏറ്റവും അവസാനത്തെ വരി എന്ന് പറയുന്നത് വി ക്യാൻ ബ്രീത്ത് എന്നാണ്. വി ക്യാൻ ബ്രീത്ത്. അപ്പോൾ അതാണ് കല. അതായത് ഐ ക്യാൻ ബ്രീത്ത്, എനിക്ക് ശ്വാസം മുട്ടുന്നു. അതാ മരിക്കുന്ന സമയത്ത് ഫ്ലോയിഡ് പറഞ്ഞ വാചകമാണല്ലോ. അത് ഐ ക്യാൻ ബ്രീത്ത് അല്ല, വി ക്യാൻ ബ്രീത്ത് ആണ് എന്ന് കല തിരിച്ചറിയുന്നു. അത് ഫ്ലോയിഡ് മാത്രം ശ്വാസം മുട്ടലല്ല, നമ്മുടെ എല്ലാവരുടെയും ആണ് എന്ന് തിരിച്ചറിയുന്നു. അതാണ് കല, അതാണ് മാനവികത. അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കുക. കലയെ ചേർത്ത് പിടിക്കുമ്പോൾ അത് വലിയൊരു ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കുക. പരമാവധി അതിന് മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയമാണ് നമ്മൾ സംസാരിക്കേണ്ടത്. കലയ്ക്ക് തീർച്ചയായും രാഷ്ട്രീയമുണ്ട്. നമ്മൾ എഴുതുന്ന ഓരോ വരിക്കും രാഷ്ട്രീയമുണ്ട്. അത് മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയം ആണ് എന്ന് നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തുക. പരമാവധി ആ ഒരു ഉത്തരവാദിത്തം നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. കല എപ്പോഴും മനുഷ്യരുമായിരിക്കും, എപ്പോഴും സമകാലികമായിരിക്കും. ഞാൻ ഈ അടുത്ത് വായിച്ച ഒരു പുസ്തകമുണ്ട്, ഡോൺ ബുക്സർ, സർവാന്തയുടെ ഡോൺ ബുക്സർ. ആ പുസ്തകം നമ്മൾ ഹിസ്റ്ററിയിൽ പലയിടത്തും അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ലോകത്ത് എഴുതപ്പെട്ടുള്ള ഏറ്റവും ആദ്യത്തെ നോവലുകളിൽ ഒന്നാണ് ഡോൺ ബുക്സർ. 1600കളിലാണ് സർവാന്തയുടെ എഴുതുന്നത്. ഞാനത് വായിച്ചത് എനിക്ക് ഞാൻ ആരാധിക്കുന്ന ചില ചരിത്രത്തിലെ ചില വ്യക്തികൾ അതിനെപ്പറ്റി പറഞ്ഞതും എഴുതിയതും കേട്ടിട്ടാണ്. എർനെസ്റ്റോ ചെ ഗെവാര, കാൾ മാർക്സ്, ഫിദൽ കാസ്ട്രോ, ഇവരൊക്കെ ഈ പുസ്തകത്തിന്റെ ആരാധകരായിരുന്നു. ആ പുസ്തകത്തിന്റെ രാഷ്ട്രീയത്തെ പറ്റി അവർ എഴുതിയത് പറഞ്ഞതൊക്കെ കേട്ടിട്ടാണ് ഞാനത് വായിക്കുന്നത്. വായിച്ചതിനെ പറ്റി ഒരുപാട് അത്ഭുതം തോന്നും. 1600കൾ 17th സെഞ്ച്വറിയിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. ആ കാലത്തെ കഥയാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഈ 2024 വായിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ പൊളിറ്റിക്സിലേക്ക് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. അധികാരമാണ് എൻ്റെ വായനയിൽ ആ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട തീം. അധികാരത്തിന്റെ പല സ്വഭാവങ്ങൾ, അധികാരം നമ്മളോട് എന്താണ് ചെയ്യുന്നത്, അത് നമ്മളെ എങ്ങനെ കോമാളികളാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ലോകത്തിലേക്ക് അതിന്റെ രാഷ്ട്രീയം നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്നത്. ഈ കല അക്ഷരമാണെന്ന് പറയുന്നതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആയിരിക്കും ഇത്. ആ പുസ്തകം 1600കളിൽ സമകാലികമായിരിക്കാം, ഇപ്പോഴും അത് സമകാലികമാണ്, അടുത്ത നൂറ്റാണ്ടിലും അത് സമകാലികമായിരിക്കും. കല എപ്പോഴും അങ്ങനെയാണ്. ഇപ്പം മൈക്കലിന്റെ എർത്ത് സോങ് നമ്മൾ കേട്ടു. എർത്ത് സോങ്ങിൽ ഒരു വരിയുണ്ട്, Did you ever stop to notice all the children dead from war? യുദ്ധത്തിൽ മരിച്ച കുട്ടികളെ നിങ്ങൾ എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇന്ന് നമുക്ക് ആ വരി കേൾക്കുമ്പോൾ ചിലപ്പോൾ ഫലസ്തീനിൽ മരിക്കുന്ന കുട്ടികൾ ഓർമ്മ വരുമായിരിക്കും. അത് കലയുടെ സമകാലികതയാണ്. എർത്ത് സോങ് ഇറങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു, മൈക്കൽ മരിച്ചു പോയിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും മൈക്കലിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നു. ആ ശബ്ദം കേൾക്കുമ്പോൾ അത് നമ്മളെ പറ്റിയാണ്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഏതൊക്കെയോ ആളുകളെ പറ്റിയാണെന്ന് നമുക്ക് തോന്നും. അതാണ് കലയുടെ സമകാലികത. ഈ ലോകത്ത് ഒരു മനുഷ്യൻ കഴിയുന്നിടത്തോളം കാലം, ആരെങ്കിലുമൊക്കെ ഈ ലോകത്ത് കഴിയുന്നിടത്തോളം കാലം ആ കണ്ണുകളൊക്കെ കല അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി, സമത്വത്തിന് വേണ്ടി ആരെങ്കിലുമൊക്കെ ഇവിടെ പോരാടുന്നിടത്തോളം കാലം ആ പോരാട്ടത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ, അവരുടെ കൂടെ നിൽക്കാൻ കല നിലനിൽക്കും. അതുകൊണ്ട് അത് മനസ്സിലാക്കുക, കലയെ ഉത്തരവാദിത്വത്തോടു കൂടി സമീപിക്കുക, കലയെ എപ്പോഴും ശരിയായ രാഷ്ട്രീയം പുലർത്താൻ ശ്രമിക്കുക, മനുഷ്യപക്ഷത്താണ് നമ്മളത് എപ്പോഴും ഉറപ്പ് വരുത്തുക, അങ്ങനെ സ്വയം നവീകരിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെയുള്ള പോലെയുള്ള നല്ല നല്ല കലാസൃഷ്ടികളെ, പുസ്തകങ്ങളെ, സിനിമകളെ ഒക്കെ അനലൈസ് ചെയ്യുക, അതിൽ നിന്നൊക്കെ നല്ല കാര്യങ്ങൾ എടുക്കുക, അതിനും ഇനിയും മുന്നോട്ട് പോകാനുള്ള അല്ലെങ്കിൽ തിരുത്താനുള്ള എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ കലയിലൂടെയാണ് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുക. അതുകൊണ്ട് അതാണ് അങ്ങനെ എല്ലാവരും നീതിന്റെ നിനക്ക് വെളിച്ചമാവുക എന്നാണ് ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കല, നമ്മുടെ നിലപാട്, അതാണ് നമ്മുടെ ഐഡന്റിറ്റി. അത് എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക, അതെപ്പോഴും ശരിയാണെന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കുക. അതിനൊക്കെ നമ്മുടെ കലയിൽ, നമ്മുടെ ഐഡന്റിറ്റിയിൽ, നമ്മുടെ നിലപാടിൽ ഒരിക്കലും വിട്ടുവീഴ്ചകൾ ചെയ്യാതിരിക്കുക. അങ്ങനെ നമുക്ക് വേണ്ടി തന്നെയും നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും വേണ്ടിയും വെളിച്ചമായി നമുക്ക് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഈ ക്യാമ്പ്, ഈ ലിറ്ററേച്ചർ ഫെസ്റ്റ് അതിന് ഒരു പ്രോത്സാഹനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. നന്ദി.
എല്ലാവർക്കും എല്ലാ അഭിവാദ്യങ്ങളും.